لله رب العالمين والصلاة والسلام على ഖുർആനിലെ 23-ാം അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിലെ ولقد خلقنا فوقكم سبع طرائق وما كنا عن الخلق غافلين എന്ന 17-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ ആയത്തിന്റെ തദബ്ബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന സൃഷ്ടിയെ ഉദാത്തമാക്കി സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും നെത്തുപത്തും അടക്കത്തും മുതലത്തും ഒക്കെയായി ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനെ ഒരു പൂർണ്ണ സൃഷ്ടിയായി പുറത്തു കൊണ്ടുവരികയും എന്നിട്ട് അവനെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു വലിയ ദൗത്യം നൽകുകയും ചെയ്തു. അതിനുശേഷം മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രാപഞ്ചിക ലോകത്തെക്കുറിച്ച്, അതിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാം. അപ്പം ആദ്യം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാം. അത് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരാണെങ്കിലും അതിൻ്റെ ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തെയോ ബന്ധിപ്പിച്ചിട്ടല്ല. ഖുർആൻ ഇറങ്ങുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രമല്ലെന്ന്, 6-ാം നൂറ്റാണ്ടിലെ സയൻസ് അല്ലെന്ന് ഒരുപാട് പുരോഗതി പ്രാപിച്ചു. ഏത് കാലം ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞാൽ ശാസ്ത്രം എവിടെ എത്തും എന്ന് നമുക്കാർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കാരണം നമ്മളാരും നമ്മുടെ മുൻ തലമുറ ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത പല കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പറയുന്ന ഒരു കാര്യം, മനുഷ്യൻ എത്ര പുരോഗതി പ്രാപിച്ചാലും ഏത് കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിലും ഖുർആൻ പറയുന്ന ഒരു കാര്യം ഒരിക്കലും അപ്രസക്താവില്ല. അത് ഈ കാലഘട്ടത്തിന് പറയാൻ പറ്റിയതല്ല എന്ന് ഖുർആനിലെ ഒരു കാര്യത്തെക്കുറിച്ചും ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. കാരണം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ ഏത് കാലം വരെ ഈ മനുഷ്യന്റെ ചുറ്റുമുള്ള മനുഷ്യന്റെ അറിവിൽപ്പെട്ട ഈ പ്രാപഞ്ചിക ലോകം, അറിയാത്തത് കുറെ വേറെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ആയത്തിൽ 7 ആകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കും മീതെ 7 ആകാശ പദങ്ങളെ നാം സൃഷ്ടിച്ചുള്ള തൊറീഖിന്റെ ജർമ്മൻ തൊറായി ഖലഖ്നാ ഫൗഖക്കും സബഅ സമാവാത്ത് തന്നെ പറഞ്ഞത്. സബഅ തൊറായിഖ്, ആ തൊറായിഖാണ് സമാവാത്ത്, ആകാശ പദങ്ങൾ എന്നാ പറഞ്ഞത്. അപ്പൊ ആകാശ പദങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആകാശത്തിൽ ഒരുപാട് സഞ്ചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകാശലോകത്ത് നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ പല ബഹിരാകാശ പേടകങ്ങളും ആകാശലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യന് പറ്റുന്ന റോക്കറ്റുകൾ പോകുന്നുണ്ട്, വിമാനങ്ങൾ പോകുന്നുണ്ട്, പലതുണ്ട് ആകാശലോകത്ത്. അല്ലാഹു പറഞ്ഞത് 7 ആകാശ പദങ്ങളെ നിങ്ങൾക്കുമേൽ നാം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ ആ സൃഷ്ടിപ്പ് നമുക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടത് അള്ളാഹുവിന്റെ അസ്തിത്വമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ കഴിവുകളുണ്ട്, നമ്മുടെ നിസ്സഹായതയാണ് അള്ളാഹു തആല ഈ ബോധ്യപ്പെടുത്തി തരുന്നത്. ഇപ്പോ മനുഷ്യനൊന്നും ഉണ്ടായി, നമ്മൾ സാധാരണ പറയും മനുഷ്യനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. കണ്ടുപിടിക്കാനുള്ള സാധനം അത് കണ്ടെത്തിയതേ ഉള്ളൂ. മനുഷ്യനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയതൊക്കെ മനുഷ്യൻ തന്നെ. മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. പല കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ നടത്തി. അപ്പോ അള്ളാഹു ഇത്
മനുഷ്യന്റെ സൃഷ്ടിപ്പല്ല പറഞ്ഞതല്ലേ, 100 ആൾക്ക് 100 നിലവാരമായിരിക്കും. അവന്റെ അറിവ്, അവന്റെ ബുദ്ധി, വിവേകം എല്ലാം വ്യത്യസ്തമാണ്. എത്ര ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവരും അള്ളാഹുവിന്റെ സൃഷ്ടിയെ ചെറുതായി കാണുകയില്ല. മനസ്സിലായില്ല? എത്ര ഉയർന്ന രൂപത്തിൽ, എത്ര അറിവിന്റെ ഉന്നതിയിലെത്തി, എത്ര തന്നെ അറിവിന്റെ വശങ്ങൾ അവൻ കൈവശപ്പെടുത്തിയാലും അങ്ങനെയുള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയില്ല, അള്ളാഹിന്റെ അസ്തിത്വം നിഷേധിക്കാൻ കഴിയില്ല, അള്ളാഹിനെ സ്ഥലപ്പെടുത്താൻ കഴിയില്ല. ഇത് മനുഷ്യൻ അള്ളാഹു ബോധ്യപ്പെടുത്തി തരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇന്ന് നമുക്കറിയാം മനുഷ്യന്റെ മുന്നിലുള്ള കുറേ പുതിയ കാര്യങ്ങൾ, ഓരോ ദിവസവും മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യന് നിസ്സഹായതയാണ്. ഇപ്പൊ നമുക്കൊരു വിമാനാപകടം എന്ന് പറഞ്ഞാൽ വെറുതെ വിമാനാപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയണ്ട. കാരണം ഇത്രയും സുരക്ഷിതമായ ഒരു യാത്ര വേറല്ലോ അല്ലേ? സാധാരണ പറഞ്ഞ ബസ്സിന് പോകണമെങ്കിൽ 3 മണിക്ക് ബസ്സിന് പോകാൻ 2:55 റൂട്ടിലൊക്കെ ഇറങ്ങിണ്ടാൽ മതി അല്ലേ? വിമാനത്തിൽ പോകണമെങ്കിൽ 3 മണിക്കൂർ മുമ്പ് എയർപോർട്ട് എത്തണം, അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ മുമ്പ് എത്തണം. സുരക്ഷയാണ്. അവന്റെ ശരീരവും അവന്റെ ലഗേജും അവന്റെ ബാഗേജും എല്ലാം പരിശോധിക്കുക. അവൻ അരയിൽ കിട്ടിയ ബെൽറ്റ് വരെ അയച്ചു വെച്ച് നോക്കിയിട്ടാണ് കടത്തി വിടുന്നത്. എല്ലാ സംഗതികളും. ഒരു വിമാനത്തിന്റെ ഓരോ ചിറകുകൾക്കും ആ ചിറകിന്റെ ഓരോ പാളികളിൽ വ്യത്യസ്ത ധർമ്മങ്ങളാണ്. അതിന് ഓരോന്നിനും വ്യത്യസ്തങ്ങളായ എഞ്ചിനീയർമാരാണ്. അതേ മുന്നിലും ബാക്കിലും ചിറകിനൊക്കെ അവരൊക്കെ ഓരോരുത്തരും അതിനൊരു തകരാറില്ല എന്ന് എഴുതി കൊടുത്താലേ അത് റൺവേ കൂടും അല്ലേ? അപ്പൊ എത്ര സുരക്ഷിതമായ വാഹനങ്ങളാണെങ്കിലും എത്ര സുരക്ഷിതമാണ് എന്ന് മനുഷ്യൻ കണക്ക് കൂട്ടിയാലും അള്ളാഹു നിശ്ചയിച്ച മരണം കൃത്യമായിട്ട് അവിടെ നടക്കും. നിസ്സഹായനാണ്. മരണത്തിന്റെ മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, അപ്പുറമൊന്നുമില്ല. മനുഷ്യന് അങ്ങനെ അഹങ്കരിക്കാൻ മാത്രമുള്ള കഴിവുണ്ടാകണമെങ്കിൽ മരണത്തിന്റെ മുന്നിൽ മനുഷ്യൻ കഴിവുള്ളവനാണ്. അതിന് കഴിയില്ല. അപ്പൊ മനുഷ്യൻ എന്ന വാക്കിന് നമ്മൾ തന്നെ പറയുന്ന അർത്ഥം മർത്യൻ എന്ന് പറയും. മർത്യൻ, മനുഷ്യൻ എന്ന് പറയും. മർത്യൻ പറഞ്ഞാൽ എന്താ? മരിക്കുന്നവൻ, മരണശീലം. മനുഷ്യൻ എന്ന് നമ്മൾ പറയും മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ എന്നൊക്കെ പറയും. മർത്യൻ എന്ന് പറഞ്ഞ മരണശീലം. അത് മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ വേറൊരു പര്യായ പദമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അതിൻ്റെ സത്യത്തിൽ ഇത് മനുഷ്യന്റെ അവസ്ഥ അത് തന്നെയാണ്, അതിനപ്പുറമൊന്നുമില്ല. ഇത് പഠിച്ചു നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ശരി, അപ്പൊ നമ്മൾ കുറേ ആയത്തുകൾ പരിശോധിച്ചു. 7 ആകാശം, 7 ആകാശത്തെ കുറിച്ച് അപ്പ പറഞ്ഞത്. എന്തിനാണ് 7 ആകാശത്തെ കുറിച്ച് പറഞ്ഞത്? അതിന്റെ സയൻസ് അല്ലാതെ ആദ്യം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ ഏതൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആകാശഭൂമിയുടെ സത്യത്തിൽ ദൃഷ്ടാന്തം കൊണ്ട് തന്നെ അതിന്റെ സയൻസ് പഠിക്കാനല്ല പറഞ്ഞത്. സയൻസ് പഠിച്ചോട്ടെ, പക്ഷെ ഖുർആൻ ഒരു ദൃഷ്ടാന്തം ഉണ്ണി എന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തം എന്തെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടെത്തലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 7 ആകാശത്തിന്റെ സത്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെ 7 ആകാശത്തിന്റെ സത്യവുമായി ബന്ധപ്പെട്ട മറ്റായത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരേ കാര്യങ്ങൾ കിട്ടി. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞത് 7 ആകാശങ്ങളിലും അവന്റെ അമ്ര ഇറങ്ങുന്നു. ഓർമ്മയില്ലേ പറഞ്ഞത്? എന്താ അമ്ര ഇറങ്ങുന്ന പറഞ്ഞത്? 7 ആകാശ ലോകത്തും അള്ളാഹുവിന്റെ അമ്രുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ അത് ഓരോ ആകാശ ലോകത്തും. മനുഷ്യനെന്ന സൃഷ്ടിക്കും ജിന്നുകളെന്ന സൃഷ്ടിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പരിധിക്കപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. മനുഷ്യനും ജിന്നിനും കഴിയില്ല. മനുഷ്യനും ജിന്നും വസിക്കുന്നത് എവിടെ? ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ? വലിയ ചർച്ചയാണ് നമ്മുടെ നാട്ടിൽ. ഭയങ്കര കുടുംബിനി കൊണ്ട് ചർച്ച. ഒരു പ്രസ്ഥാനം തന്നെ 2-3 വിഷയം. ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ? ജിന്ന് എവിടെ? ജിന്നിന്റെ ആവാസ കേന്ദ്രം എവിടെ? ഭൂമിയാണ്. മനുഷ്യൻ മനുഷ്യന്റെ ആവാസ കേന്ദ്രം എവിടെ? ഭൂമിയാണ്. മനുഷ്യൻ ആകാശത്ത് പോയില്ലേ? ആകാശത്തേക്ക് മനുഷ്യൻ പോയിന്നല്ലോ. എന്നാൽ ഈ ആകാശം എന്ന് നമ്മൾ പറയുന്നതിന്റെ പരിധി അതിനപ്പുറത്ത് പോകാൻ കഴിയും ഇല്ല. മനുഷ്യന് പറ്റിയ ആകാശം സമാധി ഭൂമിയാണ്. അതാണ് ഈ 1 ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഈ മിൽക്കി വേ, ക്ഷീരപഥം, ഭൂമി, സൗരയൂഥം, അതിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും ഇതൊക്കെ ക്ലസ്റ്ററുകളും ഒക്കെ
അത് ഇതിന്റെ ഉള്ളിലാണ്. ഇതേപോലെ മനുഷ്യൻ കണ്ടെത്താതെ എത്രയോ മിൽക്കി വേകളുണ്ട്, അവിടെയും മനുഷ്യൻ എത്താൻ കഴിയില്ല. അള്ളാഹ് പറയാ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ആരെ വിളിക്കുന്നത്? ജിന്നിനെ മനുഷ്യൻ. ഇനസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അഖ്താർ വിട്ട് കടക്കാൻ പറ്റില്ല. ലാ തൻഫുദു യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇനസ്തതഅതും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കടക്കിങ്ങളെ. എന്നിട്ട് അള്ളാഹുവിന്റെ മറുപടി പറയുന്നത് എന്ത്? സാധിക്കൂല. കഴിയൂല, അങ്ങനെ കഴിയില്ല, സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിയും. അപ്പൊ ജിന്നുകൾക്ക് അതിന്റെ അപ്പുറത്ത്, അപ്പൊ ജിന്ന് ഭൗതിക ബോധികം. അപ്പൊ ഈ ആറ്റിൽ പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല, അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അഭൗതികമായ ഒരു ലോകത്തേക്ക് ജിന്നുകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവര് കട്ട് കേൾക്കാൻ വേണ്ടി ആകാശലോകത്തേക്ക് കയറി പോകും. മനുഷ്യനേക്കാൾ കഴിവാർക്കുണ്ട്, ജിന്നുകൾക്കുണ്ട്. അപ്പൊ അവർക്ക് നേരെ തീജ്വാലകൾ വരുന്നവരുടെ സുഹൃത്ത് ജിന്നിന്റെ ആദ്യ ഭാഗം മറിച്ചൊക്കെ കാണാം. തീജ്വാലകൾ വരും അവർക്ക് നേരെ, അടുക്കാൻ അങ്ങോട്ട് പറ്റൂല. ഇപ്പൊ മനുഷ്യന് ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയാം? മനുഷ്യൻ ചന്ദ്രനിൽ പോയി, പിന്നെ അതുപോലെ തന്നെ ചൊവ്വയിൽ പോയി എന്നൊക്കെ അതൊക്കെ എവിടെയാണ്? അതൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്, ഇതിനപ്പുറത്തൊന്നുമല്ല. എന്നാൽ രണ്ടാമത്തെ ആകാശവും മൂന്നാമത്തെ ആകാശവും നാലാമത്തെ ആകാശവും 7 ആകാശങ്ങളിൽ അള്ളാന്റെ അമ്പ് നടക്കുന്നുണ്ട്. നമുക്കറിയാം. ഇത് അള്ളാഹു സുബ്ഹാനഹു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആ അമ്പ് നടപ്പിലാകുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇനി 2 ആയത്തുകൾ കൂടി ഈ വിഷയകമായി നമുക്ക് നോക്കാനുണ്ട്. അതിലൊന്ന് സൂറത്ത് 71-ാം അധ്യായം, സൂറത്ത് നൂഹ്. അത് 11 മുതൽ 20 വരെയുള്ള ആയത്ത്, 13 മുതൽ 20 വരെയുള്ള ആയത്ത്. നൂഹിലെ 71-ലെ 13 മുതൽ 20 വരെയുള്ള ആയത്ത്. കണ്ടില്ല? എല്ലാരും കണ്ട? അന്ന ഓതിക്കൂടെ, ആയത്തോതി. ഈ ആയത്തിൽ അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഒന്നാമതായി ചോദ്യം എന്ന് വായിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വായിച്ചോളി. വായിക്കേ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. ശ്രദ്ധിക്കണം ഈ ആയത്ത്. മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? അല്ലാത്ത ചോദ്യം, അതാന്റെ ചോദ്യം, ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ചോദ്യം. മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ. അള്ളാഹുവിനെ നിങ്ങൾ ഒരു വഖാറും നിങ്ങൾ കാണിക്കുന്നില്ല. അള്ളാഹുവിനെ നിങ്ങൾ ഒരു ഗാംഭീര്യവും അള്ളാഹുവിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല.
ഞാൻ തർജ്ജമയില്ല വക്കാർ. വക്കാർ എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചത് ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഒരു ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥക്കാണ് വഖാർ എന്ന് പറയുന്നത്. അള്ളാഹുവിന് എന്തുകൊണ്ട് നിങ്ങൾ ഒരു വഖാർ കൊടുക്കുന്നില്ല, ഗാംഭീര്യം നിങ്ങൾ കൊടുക്കുന്നില്ല? അള്ളാഹുവിന് ഗാംഭീര്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അള്ളാഹ്ക്ക് ഉണ്ടാകേണ്ട ഒരു സ്ഥാനം, ആ സ്ഥാനം എന്താണ് നമ്മൾ കൊടുക്കാത്തത്? അത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ആ വഖാർ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണേ, ആ വഖാർ ഉണ്ടാകുന്നത് പരിശുദ്ധ ഖുർആനിലാണ്. ഈ ചോദ്യം മറ്റൊരു വിഷയത്തിൽ ചോദിക്കുന്നത് ഖുർആന്റെ കാര്യത്തിലാണ്. എന്താണ് നിങ്ങൾ ഖുർആനിൽ ഒരു വഖാർ കൊടുക്കാത്തത്, ഗാംഭീര്യം കൊടുക്കാത്തത്? അപ്പം ശരിക്ക് അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുകയും ആ ഒരു ബോധം ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ ഒരു തിരിച്ചറിവ് ആവശ്യം. ആ തിരിച്ചറിവാണ് ആര് കൊടുക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ഇനി ഈ ആകാശത്തെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആകാശലോകത്തെ പറ്റി മാത്രമുള്ള ഒരു തിരിച്ചറിവ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാർത്ഥന പഠിപ്പിച്ചു. ആ 2 പ്രാർത്ഥനയിൽ ആകാശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. നോക്കി നിങ്ങൾ എല്ലാവരും മൊബൈലുണ്ടാവും, അറിയാതെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മൊബൈലുണ്ടാകാൻ 2 പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒന്ന് വായിക്കും. അറിയാതെ ഖുർആൻ ക്ലാസ്സിലെ ഗ്രൂപ്പിലുണ്ട്. കണ്ടില്ല? ഞാൻ വായിക്കാൻ ശ്രമിച്ചാൽ وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم يأمرنا إذا أحدنا مضجعنا أن نقول കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ, ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ ഞങ്ങളോട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുമായിരുന്നു. എന്താണ്? അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം. വേറെ റിപ്പോർട്ടില് അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഅ. സമാവാത്താണ് 7 ആകാശങ്ങളുടെ റബ്ബ്, റബ്ബായ അല്ലാഹുവേ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഉറങ്ങുന്ന സമയത്ത് ഒരാൾക്ക് അള്ളാഹിനെ വിളിച്ച് ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹ് നമ്മളൊരു വഖാർ കൊടുത്തിട്ടുണ്ടെങ്കിലേ പറയാൻ കഴിയും. ഇത് എന്നും നമ്മളെ മവജായിലെത്തിയ മവജാറിൽ കിടക്കുന്ന സ്ഥലം, ഉറങ്ങുന്ന സ്ഥലം. മവജയിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു, മരിക്കുന്ന സ്ഥലം. മവാജിനെ പറഞ്ഞാൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് സുന്നത്തെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുക. അതേസമയം നിങ്ങളെ മവജയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന ഖുർആൻ പറഞ്ഞത് മരിക്കുന്ന സ്ഥലം. എവിടെയാണോ മരണം അവിടേക്ക് കൊണ്ടുപോകും. അല്ലാഹു കൊണ്ട് എങ്ങനെയാണോ മരണം നിശ്ചയിച്ചത് ആ മരണം കിട്ടും. അപ്പോ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ചെന്നാൽ, ബെഡ്റൂമിലേക്ക് ചെന്ന് നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ നമ്മൾ അള്ളാഹിനോട് പറയണം, 7 ആകാശങ്ങളുടെ റബ്ബായ അല്ലാഹുവേതാണ്, ഭൂമിയുടെയും റബ്ബായ അല്ലാഹു. ഇത് വിളിക്കണമെങ്കിൽ പറയണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അള്ളാഹുമായിട്ട് അത്രയും ബന്ധമുണ്ടാക്കുക. അള്ളാഹുവിന് അത്രയും ഗാംഭീര്യം കൊടുക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉറങ്ങുന്ന സമയത്ത് ഇത് പറയാൻ കഴിയുള്ളൂ. ഇനി അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നോക്കി നിങ്ങൾ, ആകാശത്തിന്റെ റബ്ബാണ്, ഭൂമിയുടെ റബ്ബാണ്, അർശിന്റെ റബ്ബാണ്, റബ്ബനാ വറബ്ബകുല്ല ഷൈഇ, എല്ലാ വസ്തുക്കളുടെയും റബ്ബാണ്, ഖാലിഖുൽ ഹഖ്ഖി വന്നവാ, ധാന്യങ്ങളെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള വസ്തുക്കളെയും ഒക്കെ മുള പൊട്ടിക്കുന്ന റബ്ബാണ്. ഒക്കെ ഉണ്ടായി വരുന്നത്, ഒക്കെ എല്ലാ സൃഷ്ടിയും ആരിൽ നിന്നാണ്? ഖുർആനും തൗറാത്തും ഇഞ്ചീലും ഒക്കെ ഇറക്കിയത് അല്ലാഹു. എല്ലാ വസ്തുക്കളുടെയും ഷർറിൽ നിന്ന്
ഞാൻ നിന്നോട് കാവലം ചോദിക്കുന്നു. അന്ത ആഹിദും ബിനാസിയത്തി, നീയാണ് അതിൻ്റെയൊക്കെ കുടുംബം പിടിക്കുന്നവൻ. എന്താണ് കുടുംബം? നിയന്ത്രിക്കുന്നവൻ. അള്ളാഹിന്റെ കയ്യിലാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നവൻ നീയാണ്. അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ, നീയാണ് അവ്വൽ, നിനക്ക് മുമ്പ് ഒന്നുമില്ല. വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ, നീയാണ് ആഖിർ, നിനക്ക് ശേഷം ഒന്നുമില്ല. വഅൻതൽ ളാഹിർ, നീയാണ് ളാഹിർ, ഫലൈസ ഫൗഖക ശൈ, നിനക്ക് മീതെ യാതൊന്നുമില്ല. വഅൻതൽ ബാത്തിൻ, നീയാണ് ബാത്തിൻ, ഫലൈസ ദൂനക ശൈ, നിന്നെ കൂടാതെ യാതൊന്നുമില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളുടെ അർത്ഥം പറയണ്ട. അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമനാണ്, ആഖിർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റാണ്, ളാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായതാണ്, ബാത്തിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ്, ഗോപ്യമായത്. അതിനർത്ഥം പറയണ്ട. ആ വാക്ക് അതിൽ തന്നെ പറഞ്ഞാൽ മതി. അള്ളാഹുടെ ഇതൊക്കെ ബോധ്യപ്പെട്ടാലേ പറയും. ഇതൊക്കെ ഓരോന്നും തദ്ദൂർ ചെയ്യണ്ട. അള്ളാഹ് അവ്വലാണ്, ആഖിറാണ്, ളാഹിറാണ്, ബാത്തിനാണെന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് പഠിക്കണം. എന്നിട്ട് അവസാനം പറയാണ് എന്താണ് പറഞ്ഞത്? പഠിച്ചോനെ കടണ്ട്, പഠിച്ചോനെ കടക്ക് വീട്ടിൽ കൊണ്ട് പഠിച്ചോനെ. എന്താ കാരണം? കടക്കാരനായിട്ട് വെച്ചാൽ പിന്നെ കടം വീട്ടാതെ എല്ലാവരും കടയിൽ പോകും. അപ്പോൾ പഠിച്ചോനെ മൗഫറത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? കടക്ക് വീട്ടിൽ പോകണം. അതുകൊണ്ട് പഠിച്ചോനെ കടം വീട്ടിൽ കൊണ്ട് പഠിച്ചോനെ. ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ട പഠിച്ചോനെ. ഇമാം മുസ്ലിമിന്റെ 2713 നമ്പർ ഹദീസാണ് ഈ പ്രാർത്ഥന. ഇനി മറ്റൊരു പ്രാർത്ഥന എന്താണ്? എന്താ പറയുന്നത്? സമയത്ത് റസൂൽ പറഞ്ഞ ഞാൻ കേട്ടു. എന്താ കേട്ടത്? ആരെങ്കിലും പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ? എന്നൊരാൾ പറഞ്ഞാൽ എത്ര തവണ പറയണം? 3 വട്ടം പറഞ്ഞാൽ രാത്രി പറഞ്ഞാൽ വരുന്നവരെ ആകസ്മികമായി ഉണ്ടാകുന്ന, പെട്ടെന്നുണ്ടാകുന്ന ബലാലുകൾ, പരീക്ഷണങ്ങൾ അവരെ ബാധിക്കില്ല. രാവിലെയാണ് 3 വട്ടം പറഞ്ഞതെങ്കിൽ വൈകുന്നേരം വരെ ആകസ്മികമായി പെട്ടെന്നുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അവനെ ബാധിക്കും. എന്താണ് പ്രാർത്ഥന? ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ അള്ളാഹുവിന്റെ നാമം പറയുന്നതോടുകൂടി യാതൊരു ദുർണ്ടാവില്ല, യാതൊരു ദുരിതവും അവനെ ബാധിക്കുകയില്ല. തീർച്ചയായും ഈ എല്ലാം നിൽക്കുന്നവരെല്ലാം ആയിരുന്നു. ഇതൊക്കെ ആരാ പറഞ്ഞത്? അള്ളാന്റെ വഹിയാണ്, റസൂലുള്ളാഹിന്റെ വഹിയാണ്. ഇത് എന്നും രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം പറയാം. നമ്മൾ ഇതൊക്കെ പറഞ്ഞ്, ഇതൊക്കെ ചൊല്ലി, അങ്ങനെ നമ്മൾ യാത്രക്ക് തീരുന്നു. നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ ആ ഉദ്ദേശം വെച്ച് യാത്രയിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും നമുക്ക് ആരെ കാവലാണ്? ഇതൊന്നും ഇല്ലെങ്കിലോ? എത്രയോ തവണ നമ്മളിത് ചൊല്ലി, പലപ്പോഴും ചൊല്ലാതിരുന്നു. എന്നിട്ടും അള്ളാന്റെ മാപ്പ് കൊണ്ടും അള്ളാന്റെ റഹ്മത്ത് കൊണ്ടും നമുക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അള്ളാന്റെ കാര്യങ്ങൾ. അപ്പൊ ആകാശലോകത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാ? ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാ? ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ, അല്ലെ? മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത, നമുക്ക് എന്ത് തന്നെ ഉണ്ടായി. നമ്മളിപ്പോ കുറേ ലോകം കണ്ടാലും കാണാൻ കൊതിക്കുന്ന വേറൊരു ലോകം ഉണ്ടാവും, അല്ലെ? ആഗ്രഹിക്കുന്ന വേറൊരു ലോകം ഉണ്ടാവും. എന്നാൽ മനുഷ്യന് ജീവിതത്തിൽ, ശ്രദ്ധിക്കണം, ജീവിതത്തിൽ ഈ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതം, ഇതിനേക്കാൾ നല്ലൊരു ജീവിതം, അത് ആഗ്രഹിക്കുന്നത് ആര് മാത്രമായിരിക്കും അറിയാം? ഒരു വിശ്വാസം മാത്രമേ. നമ്മൾ കണക്കൂട്ടും. കണ്ടില്ല, ഈ വിമാനാപകടത്തിൽ മരിച്ചൊരു ഡോക്ടർ കുടുംബവുമായിട്ട് മക്കളൊക്കെ അവിടെ ചേർത്തി പിന്നെ ജോലിയൊക്കെ റെഡിയാക്കി അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് അയാൾ ഈ
എഴുതിയത് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങൾ പോകുന്നതാണ്. കുടുംബക്കാർക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇവിടുന്ന് ഇനി അവിടെ പോയിട്ട് അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങാനിരിക്കുന്നു. കുട്ടികൾക്കൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടി, അവിടെ ഭാര്യയ്ക്ക് ജോലി കിട്ടി, ഇദ്ദേഹത്തിന് ജോലി കിട്ടി, ഇവിടുന്ന് പോവുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഞങ്ങൾ പോകുന്നതാണ്. ആ ജീവിതം ഏതായി? ആ പുതിയ ജീവിതം ഏതായി? ഒരു ഭക്ഷണം നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറയണം. ഈ ഭക്ഷണത്തിനും നമ്മളെ വായ്പുമിടയിൽ ഒരു ചെറിയ അകലയുള്ളൂ, ഭക്ഷണത്തിന് വലിയ അകലാണ്. ആ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ബിൽഡിങ്ങിന്റെ മേലെ ബസ് ചെയ്തിട്ട് ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയിട്ടില്ല. അവരുടെ തലക്ക് മുകളിലൂടെ എത്രയോ വിമാനങ്ങൾ കാലങ്ങളായി പറന്നുകൊണ്ടിട്ടുണ്ട്. ഇതവിടെ പതിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്താ പത്രം എഴുതിയത്? അവസാനം ഈ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും കരിഞ്ഞ മനുഷ്യന്റെ മാംസ കഷ്ണങ്ങളും ആ ബസ്സിൽ വിതറിക്കിടക്കാന്നാ പറഞ്ഞത്. ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഏതാണ്? മനുഷ്യന്റെ അവശിഷ്ടം. മനസ്സിലൊക്കെ കരിഞ്ഞ് വെത്തുപോയി, എല്ലാം വെത്തുപോയി. മനുഷ്യന്റെ ശരീരം വെത്തുപോയി, വെന്ത ശരീരം. അത്രയും ഭയാനകരമായ ഒരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം പറയാം. എന്തോ ഒരു വിപത്ത് എനിക്കൊന്നുമില്ലാവുള്ളൂ. എന്തോ ഒരു വിപത്ത് രോഗത്തിന് വരാൻ പോകുന്നു എന്നത് വളരെ വ്യക്തമാണ്. കാരണം എന്താ പറയുന്നത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മുസ്തദഅഫീങ്ങളെ സഹായിക്കാൻ അള്ളാഹിന്റെ ബാധ്യതയാണ്. മുസ്തദഅഫീങ്ങൾ എന്ന് പറയുന്നത് പാവപ്പെട്ട ചെറിയ പൊന്നു മക്കളും സ്ത്രീകളും. ഇന്നലത്തെ കണക്ക് പ്രകാരം ഗസയിൽ മരിച്ചത് 70,000. 70,000. അതിൽ മൂന്നിൽ രണ്ട് ഭാഗം സ്ത്രീകളും കുട്ടികളെ മരിച്ചു. മൂന്നിൽ 2 ഭാഗം ചെറിയ മക്കൾ, സ്ത്രീകൾ ദാരുണമായി കൊല്ലപ്പെടും. എന്താ അവിടുത്തെ അവസ്ഥ? സഹോദരങ്ങൾ, നമുക്കൊന്നും ഒരു നേരത്തെ ഭക്ഷണം ഇറക്കാൻ കഴിയില്ല. പട്ടിണി, വിശപ്പിന്റെ, ദാഹത്തിന്റെ. ലോകാരോഗ്യ സംഘടനയും UN ഒക്കെ പറഞ്ഞത് എന്താണ്? അവർ ഇത്ര ആൾക്കാർ പട്ടിണിയുണ്ട്, ഇത്ര ദാരിദ്ര്യം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പട്ടിണിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ദാരിദ്ര്യം ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി, നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി. അള്ള കാണാതിരിക്കുക. അള്ള പറഞ്ഞതാണ്, മുസ്തദഅഫീങ്ങളായ ആളുകളെ ഈ രൂപത്തിൽ ക്രൂരമായി ഈ അവസ്ഥയിൽ നിരപരാധികളെ അങ്ങനെ ശിക്ഷിക്കപ്പെടുമ്പോൾ അവർക്കെതിരിൽ നടപടി സ്വീകരിക്കുക എന്നത് എന്റെ ബാധ്യതയാണ്. അള്ള പറഞ്ഞത്. അത് അവർക്ക് മാത്രമാവില്ല, എല്ലാവരും ബാധിക്കും. ഒളിഞ്ഞും മറിഞ്ഞും സപ്പോർട്ട് ചെയ്തവരും ഒളിഞ്ഞും മറിഞ്ഞും ആയുധങ്ങൾ അയച്ചു കൊടുത്തവരും എന്തൊക്കെ ചെയ്തു കൊടുത്ത എല്ലാവരും അനുഭവിക്കേണ്ടി. എല്ലാവരും മുസീബത്ത് വരുമ്പോൾ ഒരു വിഭാഗം മാത്രമല്ല. അപ്പൊ എന്തോ ഒരു ഭയങ്കരമായ ഒരു പിടുത്തം ഇപ്പോൾ കാത്തിരുന്നോളൂ. വരാനിരിക്കുകയാണ്, യാതൊരു സംശയവും കാര്യത്തില്ല. അള്ളാന്റെ കലാമ് സത്യമാണെങ്കിൽ, ഖുർആൻ സത്യമാണെങ്കിൽ വരുന്നു, അധികം വൈകാതെ വരുന്നു. അത്രയും നിഷ്ഠൂരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച മുസ്ലിമീങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നിരപരാധികളെ കൊല്ലപ്പെട്ടവർ ഏറെ കുട്ടികൾ, സ്ത്രീകൾ. റബ്ബനാ വജഅൽനാ മിൻ ലദുൻക വലിയ്യൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ എന്ന പ്രാർത്ഥന മുസ്തദഅഫീങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ഇന്ന് ഫലസ്തീനിലെ കുട്ടികളും സ്ത്രീകളൊക്കെ ആ പ്രാർത്ഥനയാണ് അന്തരീക്ഷത്തിൽ ഒഴുകിക്കൊടുക്കുന്നത്. നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്കൊരു സഹായി, നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷകൻ. ചോദിക്കാൻ ആ രക്ഷയും സഹായം നമ്മൾ ഇറങ്ങിക്കൊടുക്കും. സുലൈഖിന്റെ പ്രാർത്ഥനയാണ്, യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശലോകത്ത്, ആ ആകാശലോകത്തിന്റെ സത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ കരയിലും ആകാശത്തിലും ഭൂമിയിലും ഒക്കെ നടക്കുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും, ഏത് അപകടങ്ങളാവട്ടെ, ദുരന്തങ്ങളാണ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആലോചിച്ചു. ഏത് വിഷയങ്ങളാണെങ്കിലും ശരി, അല്ലാഹു അവന്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ നമുക്ക് വിനയുണ്ടാകാൻ, താഴ്മണ്ടാകാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ആയത്തിൽ കൂടി പറഞ്ഞിട്ട് അവസാനിക്കുകയാണ്. ഇതിൽ ബോധ്യപ്പെടുത്തി തരുന്ന സംഗതി അള്ളാഹിന്റെ രാജാധികാരം,
അള്ളാഹുവിന്റെ പരമാധികാരം, അള്ളാഹുവിന്റെ രാജാധികാരം. എത്ര വലിയ ലോക പോലീസ് കളിച്ചിട്ടും കാര്യമില്ല, ആര് എന്ത് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അധികാരവും സ്ഥാനവും നിലനിർത്താൻ വേണ്ടിയും ഈഗോ പരിരക്ഷിക്കാൻ വേണ്ടിയും മനുഷ്യരെ കുരുതി കൊടുക്കുന്നുണ്ടെങ്കിൽ, നിരപരാധികളെ കൊല്ലുന്നുണ്ടെങ്കിൽ, അത് എന്തിന്റെ പേരിലാണെങ്കിലും ഏത് രാഷ്ട്രങ്ങളാണെങ്കിലും ഇതിനൊക്കെ മുകളിൽ ആരുണ്ട്? റബ്ബുണ്ട്. ആ റബ്ബിന്റെ പരമാധികാരം ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സൂറത്തിന്റെ ഖുർആനിൽ, ആ സൂറത്തിലെ ഒരു ആയത്താണ് നമ്മളെ ഈ വിഷയത്തിലെ കഥകളുടെ അവസാനത്തെ ആയത്ത്. ഈ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോഴുള്ള അവസാനത്തെ ആയത്ത് എന്താണ്? ഞാൻ ഈ പിന്നെ മുഖിലെ മറ്റേ ആയത്തിന്റെ അർത്ഥമൊന്നും പറയുന്നില്ല, അത് നിങ്ങളൊക്കെ വായിച്ചു. എന്തുകൊണ്ട് അള്ളാഹ് നിങ്ങൾ വക്കാറുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അള്ള പറഞ്ഞു, നിങ്ങളെ അത്വാറാക്കി സൃഷ്ടിച്ചു. തലക്കും അത്വാറ, അതേതാണ് അത്വാറ്? ഘട്ടങ്ങൾ ഏതാണ്? അതിനോട് പറഞ്ഞ മുത്തുഫത്തും തലക്കത്തൊക്കെ തന്നെയാണ്. അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ വായിച്ചോളൂ. ഇനി നമുക്ക് അള്ളാഹിന്റെ രാജാധികാരത്തെ കുറിച്ച് പറയുന്ന, അള്ളാഹിന്റെ മുൽക്കിനെ പറ്റി പറഞ്ഞ സൂറത്താണ്. അള്ളാഹിന്റെ രാജാധികാരത്തെ കുറിച്ച്, അള്ളാഹിന്റെ മുൽക്കിനെ കുറിച്ച് പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, തബാറക. അത് കുറച്ചോളി. ഇനി ആ അള്ളാഹിന്റെ മുൽക്ക് പറയാൻ, അള്ളാഹിന്റെ പരമാധികാരം പറയാനാണ് അള്ളാഹു തആല ആ സൂറത്തില് കാര്യങ്ങൾ പറയുന്നത്. സൂറത്ത് 67 സൂറത്തുൽ മുൽക്ക് തബാറക. അതിന്റെ ആദ്യത്തെ 4 ആയത്ത് വായിച്ചാൽ തബാറക്കന്റെ ആദ്യത്തെ 4 ആയത്ത് ഒതുക്കും. നന്മ ചെയ്ത് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാം. ആ പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. അതിനാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. രാജാധികാരം ആരെ കയ്യിലാണോ അവനാണ് ബർക്കത്ത് കൊടുക്കണം. തബാറക. ആരെ കയ്യിലാണ് ബർക്കത്ത്? ഏതെങ്കിലും വ്യക്തികളെ കയ്യിലല്ല ബർക്കത്ത്. ഏതെങ്കിലും വ്യക്തികളെ, ഏതെങ്കിലും നേതാക്കന്മാരെ കയ്യിലൊന്നല്ല ബർക്കത്ത്. ബർക്കത്ത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. രാജാധികാരം ആരെ കയ്യിലാണോ അവന്റെ കയ്യിലാണ് ബർക്കത്ത്. ബർക്കത്ത് അവനാ തരുന്നത്. അവനെല്ലാത്തിനും തെങ്ങോട്ടവൻ. അവനാണ് അല്ലദീ ഖലഖൽ. അല്ലദീ ഖലഖൽ ഒന്നും കൂടി. അല്ലദീ ഖലഖൽ അങ്ങനല്ല പറയുന്നത്. അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത എന്നല്ല പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്നല്ലേ, അങ്ങനല്ലല്ലോ പറയുന്നത്. അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത എന്നാ പറയുന്നത്. ജീവിതമല്ല മരണം, പിന്നല്ല മരണം. ഇവിടെ എന്താ പറഞ്ഞത്? ആദ്യം മരണം പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? ജീവിതം. അപ്പൊ അതേതായിരിക്കും? നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ ഈ ജീവിതവും പിന്നെ മരണവും അങ്ങനല്ല അവിടെ അർത്ഥം. മരണത്തിന് ശേഷം ജീവിതം ഏതാ? മരിച്ചതിന് ശേഷം ജീവിതം ഉണ്ട്. അത് അംഗീകരിക്കില്ല മനുഷ്യൻ. നമ്മളിവിടെ എന്തെങ്കിലും കഷ്ടപ്പാടും പ്രയാസം ബുദ്ധിമുട്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാനസികമായി പീഡിപ്പിക്കുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുമ്പോഴേക്കും പോയിട്ട് വിഷം പിടിക്കുക. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണത്. പണ്ടിന്റെ മേലത്ത് ചാടെ 20 വയസ്സുള്ളതും 18 വയസ്സുള്ളതും 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് തക്കാളി സ്കൂളിൽ 20 രൂപ വാപ്പ ചോദിച്ചിട്ട് കൊടുക്കാതെ പോയി തൂങ്ങി കിട്ടി. സ്കൂളിൽ 20 രൂപ ചോദിച്ചിട്ട് വാപ്പ കൊടുത്തില്ല, പോയിട്ടാണ് കാലത്ത് തൂങ്ങി. 4ാം ക്ലാസ് പഠിക്കാൻ. അപ്പോ
ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ട്, അതാണ് ജീവിതം. ഇതല്ല ജീവിതം. അതെ, നബിയോട് സഹാബിയോട് ചോദിച്ചു, നബി സഹാബിയോട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ ആദ്യം പോകാൻ അറിയണം? അള്ളാഹു റസൂലിനെ അറിയാം. റസൂൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് ആദ്യം പോവാ. പിന്നെ ആരാന്നറിയോ? പിന്നെ ആരാ? മുഹാജിറുകളിലെ പാവങ്ങൾ പോകുന്നത്. മുഹാജിറുകളിലെ പാവങ്ങളും. ഇവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ സഹിച്ച് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നു. അവർക്കൊക്കെ നമ്മളൊക്കെ ജീവിക്കണമായിട്ട് ജീവികൾക്കും വേണ്ട അല്ലേ? പക്ഷെ അള്ളാഹ് പറയാണ്, ജീവിതം ഒന്നും കണ്ട് വിഷമിക്കണ്ട, ജീവിതം വരാൻ പോകും, അവിടേക്ക് സുരക്ഷിതമായ മാർഗം സ്വീകരിക്കാം. അപ്പൊ അല്ലതി ഖലഖൽ മൗത വൽ മരണവും ജീവിതവും സൃഷ്ടിച്ചു. അയ്യുക്കും അഹ്സനു, ഇവിടെ മരിക്കുന്നതിന് ഇടക്കുള്ള ജീവിതം, മരിക്കുന്നത് വരെ മരണത്തിന് മുമ്പുള്ള ജീവിതം, അവിടെ ആര് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുമെന്ന് പരീക്ഷിക്കാൻ. എന്നിട്ടാണ് അവളെന്ത് പറഞ്ഞത്? ഇനി സംശയമുണ്ടോ? എങ്ങനെ ഈ പറഞ്ഞ കാര്യം മരണത്തിന് ശേഷം ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള സംശയമുണ്ടോ? എങ്കിൽ നോക്കിക്കോ, ആകാശത്ത് ആരാ പഠിച്ചത്? അല്ല. 7 ആകാശത്തെ അടുക്കടുക്കാക്കി പഠിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്ക് തറാമി ഫുത്തൂർ, നോക്കാൻ പറയണേ, കണ്ണോണ്ട് നോക്കാം. എന്നിട്ട് പറയാം, എന്തെങ്കിലും വിടവ് കാണുന്നുണ്ടോ നോക്ക്, എന്തെങ്കിലും വിടവ് കാണുന്നുണ്ടോ നോക്ക്. നമ്മുടെ നാട്ടിൽ ഹൈവേ ഉണ്ടാക്കിയില്ലേ മനുഷ്യന്മാര്? ഇവിടെ എന്താ അവസ്ഥ? വിടവേ ഉള്ളൂ അല്ലേ? അള്ള സൃഷ്ടിക്കുന്ന ആകാശത്തെ പദങ്ങളെ എന്തെങ്കിലും വിടവുകളുണ്ടോ? ഇനി വേണ്ട സുമ്മർജികൾ ബസ് ഒന്നും കൂടി നല്ല പോലെ കണ്ണ് മടക്ക്. ആദ്യം ഇങ്ങനെ നോക്കിയപ്പോ കാണാത്തതാണ് കേൾക്കേണ്ട, ഒന്നും കൂടി നോക്ക്. എന്നിട്ട് ഉണ്ടാ നോക്കുന്ന ഫർജിൽ ബസറാണ് ഉണ്ടാവില്ല, നഫാവുക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവില്ല, ഒഴികൊണ്ടൊന്നും ഉണ്ടാവില്ല. അള്ള അത് റെഡിയാക്കി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഈ കാര്യം പറഞ്ഞത്? അയ്യക്കും അശ്വനോ. ശരി, അപ്പൊ അവസാനിക്കാം. ഈ ആയത്തിന്റെ കൂടെ അവസാനിക്കാം. അടുത്ത ക്ലാസ്സിൽ പുതിയ ആയത്താണ്. എന്താണ് ഇതിൽ നമുക്ക് കിട്ടിയത്? സൂറത്തുൽ മുഅ്മിനൂനാണ് പഠിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത്? ഈ സൂറത്ത് പഠിക്കാൻ സെലക്ട് ചെയ്തത് ബഹുമാനായ ജറൂഖ് സാഹിബ് അദ്ദേഹം മരിച്ചുപോയി. മർഹമത്തും പ്രദാനം ചെയ്യണം. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈമാനോടുകൂടി ഈ സൂറത്ത് മുഴുവനായിട്ട് പഠിച്ച് ഈമാൻ കിട്ടി മരിക്കണത്. ഈ സൂറത്തിന്റെ പ്രത്യേകത നമ്മൾ സെമിനാർ ക്ലാസ്സിൽ പറഞ്ഞു. സൂറത്തുൽ മുഅ്മിനൂൻ പഠിക്കണം. കാരണം ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് പഠിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. കാരണം ഈ സൂറത്തിന് ആദ്യത്തെ ആയത്തിൽ മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നാണ്. കാരണം മുഅ്മിനാണെന്ന് തീരുമാനിക്കുന്നത് ഒരാൾ മരിക്കുന്ന സമയത്ത്. ഞാൻ ഇപ്പൊ മുഅ്മിനാണെന്ന് ചോദിച്ചാൽ മുഅ്മിനാന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ഈമാൻ പറയും കൂടെയൊക്കെ ചെയ്യും. ചിലപ്പോ മുഅ്മിനാവും കാഫിറാവും മുഅ്മിനാവും. മരിക്കുന്നതിപ്പോ എങ്ങനെയൊക്കെ ആർക്കറിയാം? മരിക്കുമ്പോൾ ഈങ്ങാൻ കിട്ടിയ ഓരാളാര് മുഅ്മിൻ പറയാൻ പറ്റുള്ളൂ. അത് തുടക്കം. എന്നിട്ട് അവസാനിക്കുന്നത് എങ്ങനെ? റബ്ബിക്ക് വർഷം പ്രാർത്ഥന. മുഅ്മിനായി മരിച്ച ഒരാൾക്ക് ദ്വാരക്കണം. എന്താ ദ്വാര? മാഫറത്ത് മർഹമത്ത് കൊടുക്കും. ആ പ്രാർത്ഥന പഠിപ്പിക്കുന്ന അവസാനിക്കുന്ന സുഹൃത്താണിത് സൂറത്തുൽ മുഅ്മിനൂൻ അല്ലേ? അപ്പൊ അതൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ എന്നാ പിന്നെ ആ സുഹൃത്തിനെ പഠിക്കണം എന്ന ആഗ്രഹം പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ആ സുഹൃത്ത് സെലക്ട് ചെയ്തത്. പക്ഷെ ബഹുമാനായ ജറൂഖ് സാഹിബ് നമ്മളെ കൂടെ ഇല്ല. അദ്ദേഹം അമ്മാരുടെ പിടിക്കുത്തരെ കൊടുത്തു പോയി. അത് ആഗ്രഹിച്ച് തുടങ്ങി അദ്ദേഹം ആ മാർഗത്തിലാ മരിച്ചു പോയത്. ഹജ്ജിന് ഇറാൻ കെട്ടി, പക്ഷെ മരിച്ചു. പക്ഷെ ഹാജിയായിട്ട് മരിക്കുക. ഈ ആഗ്രഹത്തോടു കൂടി തുടങ്ങി, പക്ഷെ മരിച്ചുപോയി. അപ്പൊ ഈ ആഗ്രഹം സഫലമായിട്ടേ പോയിട്ടുണ്ടാകും. അള്ളാഹു തആല പദവി ഉയർത്തി കൊടുക്കണം, ദറജ ഉയർത്തി കൊടുക്കണം. നമ്മളെയൊക്കെ അള്ളാഹു അവസ്ഥയിലേക്ക് എത്തിക്കണം. അപ്പൊ സൂറത്തുൽ മുഅ്മിനൂൻ ഈ ആയത്തോട് അവസാനിക്കാം. ഈ 16 ആയത്ത് നമ്മൾ ചോദിക്കാം. 16 ആയത്ത് ഈ ബിൽഡിങ്ങിൽ ഇതിനെ താഴെ ഇന്ന് പഠിച്ചവരാണ് നമ്മൾ. ഈ 16 ആയത്തും ഒരുപാട് ആയത്തുകൾ തദബ്ബുർ ചെയ്തിട്ടാണ് പഠിച്ചത്. 100 കണക്കിന് ആയത്തുകൾ നമ്മൾ ബോധിച്ചാണ് പഠിച്ചത് അല്ലെ? ഈ ആയത്തുകളൊക്കെ ബോധ്യപ്പെടുത്തുന്ന സംഗതി എന്താണ്? ഈ പറഞ്ഞ 16 ആയത്തും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ഈമാൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 16 ആയത്തും 17-ാമത്തെ ആയത്തും അങ്ങനെ അവസാനിക്കുന്നത്. അപ്പൊ 7 ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ള പറഞ്ഞു തന്നത് ഈ ഭൂമിയിൽ നമ്മൾ ഈ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ വളരെ സാധുക്കളായിട്ട് ജീവിക്കുക, പാവങ്ങളായിട്ട് ജീവിക്കുക, റബ്ബിനോട് കാര്യങ്ങൾ പറയാം. പഠിച്ചോനെ, ഞാൻ ആരാണ് എന്താണെങ്കിലും നിന്റെ സഹായം നൽകി ജീവിക്കാൻ കയറി. പഠിച്ചോനെ,
നിന്റെ പരിഗണന ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല പഠിച്ചോനെ എന്ന് നിരന്തരമായി പ്രാർത്ഥനയാണെന്ന് ഈ ദിക്റുകളും ദുആകളും ഇതൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് വരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ജീവിച്ചിട്ട് മരിക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യമായി നമുക്കുള്ളതൊക്കെ നമ്മളെ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് നമ്മൾ പോകും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനന്തര സ്വത്താണ് ഈ ഈമാനിലൂടെ കിട്ടുന്ന സ്വത്താണ്, അതിൻ്റെ മീറാത്താണ്. അതാണ് നമ്മുടെ ഈ സ്വത്തിന്റെ ആദ്യ ഭാഗത്ത് പഠിച്ച ജന്നാത്തുൽ ഫിർദൗസിനെ സംബന്ധിച്ച് നമ്മൾ ഈ സ്വത്തിന്റെ ആദ്യത്തിൽ പഠിച്ചത് അനന്തര ഘട്ടങ്ങൾ. അപ്പോൾ 7 ആകാശത്തിന്റെ സത്യത്തിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കിട്ടാനുള്ള പാഠം നമ്മൾ ജീവിക്കുമ്പോൾ ഇതിൽ വരുന്ന ഭൗതികമായ ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ അതിനൊക്കെ റബ്ബിനോട് കാവല് ചോദിക്കണം. പ്രാർത്ഥനകൾ ദിക്റുകൾ പഠിപ്പിച്ചു. ഈ ഭൂമിയിലൊക്കെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ സവാലി നിഅമതിക, എന്റെ നിഅമത്ത് നീങ്ങിപ്പോകും, ഉള്ള നിഅമത്ത് നീങ്ങിപ്പോകും, കാത്തു പഠിച്ചു. വതഹവ്വി ആഫിയതിക, ഉള്ള ആഫിയത്ത് മാറ്റം വരും, ആഫിയത്തിൽ മാറ്റം വരും, കാത്തു പഠിച്ചു. ഫുജാത്ത് നിക്കുമതിക, നിന്റെ വളരെ വലിയ പരീക്ഷണങ്ങൾ പെട്ടെന്ന് വരും, കാത്തു പഠിച്ചു. ജമീ സഹത്തിക്ക, നിന്റെ എല്ലാ കോപങ്ങളിൽ നിന്നും കാത്തു പഠിച്ചു. പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹദമി വത്തറദ്ദി, നിങ്ങൾ വീണ് മരിക്കുക, കെട്ടിടത്തിൽ വീണ് മരിക്കുക, കത്തി മരിക്കുക, വെന്ത് മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക, നമ്മൂത്ത ലതീരം വിഷം കയറ്റിയിട്ട് മരിക്കുക, ഇങ്ങനെ പല മരണമുണ്ട്. കാത്തു പഠിച്ചത് ഇനി അവരങ്ങനെ പലതുണ്ട്. ഇതൊക്കെ കാത്തു പഠിച്ചത്, ഇതൊക്കെ പ്രാർത്ഥിക്കണം. ആകാശത്തിന് ഭൂമിക്ക് പറയും ബിസ്മില്ലാഹി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ പ്രാർത്ഥന 3 വട്ടം രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുക. നിലനിന്ന് കിട്ടും, ഈമാൻ നിലനിന്ന് കിട്ടും, യാതൊരു സംശയം വേണ്ട. കാരണം എന്ന് നമ്മൾ പഠിച്ചവനെ ഓർക്കും, പഠിച്ചവനെ നാമത്തെ ഓർക്കും. ആ പഠിച്ചവനെ നാമത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയും. ഭക്ഷണം കഴിക്കുമ്പോൾ അവസാനത്തെ ഭക്ഷണം ബിസ്മില്ല എന്ന് പറയും, കഴിച്ചില്ല അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം അടുത്ത നിമിഷം നമ്മളത് കഴിക്കാണ്ടാവുന്ന ഉറപ്പില്ല. സഹോദരികളെ, പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും ഇത്തരത്തിലുള്ള ഉയർന്ന ഈമാനാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. അടുത്ത തലമുറത്തിന് കൈമാറാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ രംഗത്ത് സേവനം ചെയ്യാനുള്ള നല്ല മനസ്സൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശവും അല്ലാഹു നിറവേറ്റി തരട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രങ്ങൾ പ്രദാനം ചെയ്യട്ടെ. രോഗികളായ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അല്ലാഹു അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ, ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിനും എല്ലാ വിധത്തിലുള്ള ഹൈറും ബർക്കത്തും നിയമത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ കച്ചവടത്തിനും, നമ്മുടെ വരുമാനമാർഗങ്ങൾക്ക് അല്ലാഹു നിയമത്ത് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എവിടെ വെച്ച്, എങ്ങനെ, ഏത് നാട്ടിൽ, ഏത് ഭൂമിയിൽ, എവിടെ വെച്ചാണ് നമ്മുടെ മരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ പഠിച്ചതിലൂടെ നമുക്ക് അല്ലാഹു തആല അതിന്റെ യഥാവിധ പോഷയും അതിന്റെ പ്രതിഫലവും നൽകി നമ്മളൊന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഇരുത്തവും ഈ പഠനവും സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള ആളുകളാക്കി അല്ലാഹുവിനെ മാറ്റി തരുമാറാവട്ടെ. മരണം വരെ ഖുർആൻ തദബ്ബുർ ചെയ്ത് പഠിക്കുന്ന ഉയർന്ന ഈമാനുള്ള ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.